അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെ സൃഷ്ടിച്ചിട്ടുണ്ട്. അല്ലാഹു തആല ഒരു മലക്കിനെ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ മലക്കിന് 1000 തലകളുണ്ടെന്ന്. നമുക്ക് ഒരു തലയാണുള്ളത്. ഇങ്ങനെ 1000 തലകളാണ് ആ ഒരു മലക്കിന് ഉള്ളത്. ആ 1000 തലകളിൽ, ആ 1000 തലകളുടെ മുന്നിൽ എന്തുണ്ട്? 1000 മുഖങ്ങളുണ്ട്. ഇപ്പോൾ എൻ്റെ ശരീരം, എൻ്റെ തല, ഒരു തല, അതിൽ ഒരു മുഖമാണ് എനിക്കുള്ളത്. എന്നാൽ ഈ മലക്കിന് ഒരു ശരീരം, ഒരു ഉടലും 1000 തലകളുണ്ട്. ആ 1000 തലകളിൽ എന്തുണ്ട്? 1000 മുഖങ്ങളുണ്ട്. 1000 മുഖം. ഒരു തലയിൽ 1000 മുഖം. ഒരു തലയിൽ എനിക്ക് ഒരു മുഖം, നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ തലയിൽ ഒരു മുഖമാണുള്ളത് എങ്കിൽ ഈ മലക്കിന് ഒരു തലയിൽ തന്നെ 1000 മുഖങ്ങളുണ്ട്. അപ്പോൾ എത്രയായി? 1,00,000 മുഖങ്ങളായി. മൊത്തം 1,00,000 മുഖങ്ങളായി. പിന്നെയോ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയുന്നു, ഓരോ മുഖത്തിലും 1000 വായകളുണ്ട്. ഓരോ മുഖത്തിലും 1000 വായകളുണ്ട്. എന്നിട്ട് വീണ്ടും പറയുന്നു, 1000 വായകളിൽ 1000 നാവുകളുണ്ട്. അതായത് ആ മലക്കിൻ്റെ വലിയ മഹത്വമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിലൂടെ പറയുന്നത്. നമ്മൾക്ക് സങ്കല്പിക്കാൻ പോലുമാകാത്ത തരത്തിൽ വലിയ ഒരു മലക്കിനെ അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ മലക്കിൻ്റെ ജോലി എന്താ? ഒന്നുമില്ല. ആ ഉള്ള വായകൾ വെച്ച്, ഉള്ള ആ മലക്കിനുള്ള നാവുകൾ വെച്ച് സദാസമയം സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, സുബ്ഹാനല്ലാഹ്, ഇതിങ്ങനെ ഈ ദിക്റുകൾ, തസ്ബീഹുകൾ ചൊല്ലലാണ് ഈ മലക്കിൻ്റെ ജോലി. വേറെ ഒരു ജോലിയുമില്ല. ഒരു ദിവസം ഈ മലക്ക് അള്ളാഹിനോട് ചോദിച്ചു, അല്ലാഹുവേ, എന്നെ സൃഷ്ടിച്ചത് മുതൽ ഞാൻ എത്രയോ പ്രാവശ്യം, കോടിക്കണക്കിന് പ്രാവശ്യം ഞാൻ ഈ തസ്ബീഹുകൾ, ദിക്റുകൾ പറയുന്നുണ്ട്. ലോകത്ത് എന്നേക്കാൾ ശ്രേഷ്ഠമുള്ള ഒരാളെയും നീ സൃഷ്ടിച്ചിട്ടില്ലല്ലോ എന്ന് അള്ളാഹുവിനോട് ആ മലക്ക് ചോദിച്ചപ്പോൾ അള്ളാഹു പറഞ്ഞു, സൃഷ്ടിച്ചിട്ടുണ്ട്. ആരെയാണ് റബ്ബേ? അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞുവെന്നാൽ, ഇനി വർഷങ്ങൾ കഴിയുമ്പോൾ ഒരു പ്രവാചകർ വരും. ആ പ്രവാചകരുടെ പേര് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ, അതായത് ഞാൻ ഈ പറയുന്ന ഞാനും നീ കേൾക്കുന്ന നമ്മളെല്ലാവരും, നമ്മൾ എന്ത് പറയുന്നു? അള്ളാഹ് പറയുക, എൻ്റെ 99 പേര്, അസ്മാഉൽ ഹുസ്ന, ഒരു മനുഷ്യൻ, ആ സമുദായത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ അവൻ മനഃപ്പാഠമാക്കുകയും അത് എല്ലാ ദിവസവും ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്താൽ, എന്നിട്ട് വീണ്ടും പറയുന്നു, അവൻ സുബഹി നമസ്കാരത്തിന് ശേഷം 10 പ്രാവശ്യം ഓരോ പേരും 10 പ്രാവശ്യം വെച്ച് പറഞ്ഞാൽ നിന്നേക്കാൾ നിന്റെ ഇരട്ടി തസ്ബീഹ് ചൊല്ലിയ പ്രതിഫലം അവനിക്ക് ഞാൻ കൊടുക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തരുകയാണ്. അള്ളാഹു ആ മലക്കിനോട് പറഞ്ഞു.